വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 5 ആണ്. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് പേപ്പറിന്റെ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ഇന്നിവിടെ ഓടിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റിവിഷനും കൂടെ കഴിഞ്ഞാൽ നമ്മളുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൊഡ്യൂൾ 5 നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? സ്പെഷ്യൽ ഓഡിറ്റ്സ്, ചില സ്പെഷ്യൽ കമ്പനികളിൽ ഓഡിറ്റ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് വൺ, സ്പെഷ്യൽ ഓഡിറ്റിൽ നമ്മൾ പറയുന്നത് ഗവൺമെൻറ് ഓഡിറ്റ് എന്താണെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ഗവൺമെൻറ് ഓഡിറ്റ്? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് ഓഡിറ്റ് ഇറ്റ്സ് നോട്ട് ഡൺ ബൈ പ്രൊഫഷണൽ ഓഡിറ്റർ. ICAയുടെ ക്വാളിഫിക്കേഷനിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ട് ക്വാളിഫൈ ആയി വന്നിട്ടുള്ള പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് പകരം ആരാണ് ചെയ്യുന്നത്? ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇവർ ഒരിക്കലും ഒരു പബ്ലിക് ഓഡിറ്റേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. ആരാണ് ഗവൺമെൻറ് ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചോദിച്ചാൽ എഴുതാനുള്ള ഉത്തരമായല്ലോ, യെസ്, ദേ ആർ നോട്ട് പബ്ലിക് ഓഡിറ്റേഴ്സ്. അതുപോലെ തന്നെ നോട്ട് ഡൺ ബൈ പ്രൊഫഷണൽ ഓഡിറ്റേഴ്സ് ബട്ട് ബൈ ദ ജൂനിയർ ആൻഡ് സീനിയർ ഓഡിറ്റേഴ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് ഗവൺമെന്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ജൂനിയർ ആൻഡ് സീനിയർ ഓഡിറ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഗവൺമെന്റ് ഓഡിറ്റ് എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്? വൈ എ ഗവൺമെന്റ് ഓഡിറ്റ്, അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ താഴെ കൊടുത്തിട്ടുള്ള മെയിൻ ഒബ്ജക്റ്റീവ്സ് എഴുതാനായിട്ട് പറ്റും. നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു പോകാം. ടു സീ ദാറ്റ് വെദർ ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഫോർ ദ എക്സ്പെൻഡിച്ചറിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് അവിടെ അവൈലബിൾ ആണോ എന്ന് അറിയണം, അല്ലേ? അപ്പോൾ അതിന് പ്രോപ്പർ ഓഡിറ്റും കാര്യങ്ങളും എല്ലാം നെസസറി ആണ്. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ഓഫ് ഗവൺമെൻറ് ഓഡിറ്റ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? To make sure that the expenditure is incurred out of the fund sanctioned by the competent authority. ഓരോ എന്താ പറയുക, ഓരോ എക്സ്പെൻഡിച്ചേഴ്സിനും ഓരോ അതോറിറ്റി സാങ്ഷൻ ആക്കിയിട്ടുള്ള കുറച്ച് പർട്ടിക്കുലർ എമൗണ്ട് ഉണ്ടായിരിക്കും. ആ എമൗണ്ട്സ് ഒക്കെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും? ഗവൺമെൻറ് ഓഡിറ്റിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ടു സീ ദാറ്റ് എക്സ്പെൻഡിച്ചർ ഹാസ് ബീൻ പ്രോപ്പർലി സാങ്ഷൻഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓരോ എക്സ്പെൻഡിച്ചർ സാങ്ഷൻ ആയിട്ടുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരമാണ്. ചിലപ്പം അവർ റൂൾസ് തെറ്റിച്ച് സാങ്ഷൻ ആക്കി കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് രീതിയിൽ എന്താ പറയുക സ്പെൻഡിങ് ഒക്കെ നടന്നു പോകും. പക്ഷെ റൂൾസ് എഗൈൻസ്റ്റ് ആണ് സാങ്ഷൻ ആയിട്ടുള്ളത് എങ്കിൽ അതും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഗവൺമെൻറ് ഓഡിറ്റിലൂടെ നമ്മൾ കണ്ടുപിടിക്കും, അല്ലേ? ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വലിയ ലോങ് പോയിന്റ്സ് അല്ല, അതുകൊണ്ട് തന്നെയാണ് അധികം ബ്രേക്കപ്പ് ചെയ്യാത്തത്. എനിവേ ബ്രേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട പോയിന്റ് മാത്രമാണ് അണ്ടർലൈൻ ചെയ്ത് പോകുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഉണ്ടോ എന്നുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് പ്രൊവിഷൻ ഓഫ് ഫണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻക്വയർ ചെയ്തിട്ടുള്ള എക്സ്പെൻസ് സാങ്ഷൻ ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളാണോ എന്നുള്ളത് എന്ത് ചെയ്യുക? കൺഫേം ചെയ്യുക. ആൻഡ് ഈ സാങ്ഷൻ ചെയ്തിട്ടുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണോ എന്നുള്ളതും എന്ത് ചെയ്യുക? അക്കോർഡിംഗ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണോ എന്നുള്ളതും കൺഫേം ചെയ്യുക. ടു സീ വെദർ ദ എക്സ്പെൻഡിച്ചർ ഇസ് നോട്ട് മോർ ദാൻ ദ ഒക്കേഷൻ ഡിമാൻഡ്സ്. ഓരോ സിറ്റുവേഷനിൽ ഓരോ നെസസറീസ് ഉണ്ട്. ആ നെസസറീസിനനുസരിച്ച് മാത്രമേ എക്സ്പെൻസ് വന്നിട്ടുള്ളൂ എന്നുള്ളത് ഉറപ്പാക്കുക. To see that sanctioned expenditure has been incurred by a competent officer. ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതോറിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് ആ എക്സ്പെൻഡിച്ചർ നടത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പാക്കണം. അതുപോലെ ടു സീ ദാറ്റ് ദ പേയ്മെൻറ്റ് ഹാവ് ബീൻ പ്രോപ്പർലി ആൻഡ് കറക്റ്റ്ലി ക്ലാസിഫൈഡ്. ഓരോ പേയ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്യാപിറ്റൽ റവന്യൂ ഏതൊക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതൊക്കെ എന്നുള്ളത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. അതുപോലെ തന്നെ to ensure that the payment have been made to the right person, they are duly entered in the books of account. പേയ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്, അർഹതപ്പെട്ടവരുടെ കയ്യിലേക്കാണ് പേയ്മെൻറ്റ് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും ഡ്യൂലി എൻട്രി എവിടെ വന്നിട്ടുണ്ടാവണം? അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ടാവണം. വെരിഫൈ ദ എക്സിസ്റ്റൻസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്ക്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം പക്കയാണ് എന്ന് വെരിഫൈ ചെയ്യാൻ, അതിൻ്റെ എക്സിസ്റ്റൻസ് അതിൻ്റെ വാല്യുവേഷൻ പക്കയാണെന്ന് വെരിഫൈ ചെയ്യാൻ. ടു എൻഷുർ പ്രോപ്പർ സിസ്റ്റം ഓഫ് സ്റ്റോക്ക് ടേക്കിംഗ്. അതുപോലെ തന്നെ ടു സീ ദാറ്റ് ദ എമൗണ്ട് ഓഫ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, പെർമിസിബിൾ, അതുപോലെയുള്ള അലവൻസുകളൊക്കെ പെർമിസിബിൾ അക്കോർഡിംഗ് ടു ദ ലോ ആണെന്ന് ഉറപ്പുവരുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുന്നത്.
ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് എന്താണ് നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവൺമെൻറ് ഓഡിറ്റിന് 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് May 23 അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഡിഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ആയിട്ട് തന്നെ അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ടും ഉള്ള ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ദെൻ ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ദെൻ ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ്. ഏതൊക്കെയാണ്? ഡിപ്പാർട്ട്മെന്റ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് കമ്പനീസ്. സോ എന്താണ് ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് ചോദിച്ചാൽ, ദ ഗവൺമെന്റ് മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ നെയിംസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. എന്താണ് പേര്? അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഇപ്പോൾ തന്നെ ലൈവിൽ തന്നെ ക്ലാസ്സിൽ തന്നെ നമ്മളെല്ലാം എന്ത് ചെയ്യുക, പഠിച്ച് തന്നെ പോവുക. നമ്മൾ വേറൊരു ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു നെസസറി ഉണ്ടാവരുത്. സോ ഓഡിറ്റ് ഓഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്താണ്? ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് എന്താണ്? അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് പേര്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹെഡഡ് ബൈ ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആരാണ്? CAG ആണ് ഹെഡ് ചെയ്തിട്ടുള്ളത് ഓഫ് ഇന്ത്യ. ഇറ്റ് പെർഫോംസ് ഓഡിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഓഫീസസ് ഓഫ് ഗവൺമെന്റ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫീസസിൻ്റെയൊക്കെ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഈ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെഡ് ചെയ്തിട്ടുള്ളത് ആരാണ്? CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ, ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫോർ ദ ഓഡിറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ മോസ്റ്റ് ഓഫ് ദി കേസിൽ ഈ പറഞ്ഞിട്ടുള്ളത് ആൾ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യേണ്ടത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തന്നെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റ് ചെയ്യേണ്ടത്. മറ്റേ കേസിൽ എങ്ങനെയായിരുന്നു? ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ ഹെഡായിട്ട് നിന്നിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ ബൈ ഹിംസെൽഫ് ആര്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ബട്ട് ചില കേസിൽ, അതായത് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, സ്റ്റേറ്റ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് അതുപോലെയുള്ള കമ്പനിയിൽ പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ത് ചെയ്യാറുണ്ട്? ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ? കമ്പൽസറി ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കമ്പൽസറി ഓഡിറ്റ് നടത്തേണ്ട ജോയിൻറ്റ് കമ്പനീസ്, അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ്, ലൈഫ് ഇൻഷുറൻസ് കമ്പനി, അങ്ങനെ കുറച്ച് കമ്പനിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആരാണ് ചെയ്യുന്നത്? പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ആരാണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിൽ ചെയ്യുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, ഇനി ഗവൺമെന്റ് കമ്പനീസിന്റെ ഓഡിറ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ദ കമ്പനീസ് ആക്ട് 2013, എ ഗവൺമെന്റ് കമ്പനി ഈസ് ടു ബി അപ്പോയിന്റഡ് ബൈ എ കമ്പനി ലോ ബോർഡ് ഓൺ ദ അഡ്വൈസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കമ്പനീസ് ആക്ട് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആരാണ്? ബോർഡാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്. എങ്ങനെ? ഓൺ അഡ്വൈസ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ general. Order of government company is to be appointed by the company law board. കമ്പനി ലോയുടെ ബോർഡ് ആണ് തീരുമാനിക്കേണ്ടത്, അപ്പോയിന്റ് ചെയ്യേണ്ടത്. അഡ്വൈസ് ചെയ്യുന്നത് ആരായിരിക്കും? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അപ്പോൾ ഗവൺമെന്റ് കമ്പനീസിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഡിറ്റിന്റെ ആ ഒരു കേസിലേക്ക് നോക്കുമ്പോൾ അവിടെ വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ദെൻ നമ്മൾ ഗവൺമെന്റ് ഓഡിറ്റ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും നേരം ബാക്കി ചാപ്റ്റേഴ്സ് മൊഡ്യൂൾസിലെല്ലാം പഠിച്ചുകൊണ്ടിരുന്നത് ഫിനാൻഷ്യൽ ഓഡിറ്റ് ആണ്. ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മൾ ബൈ നൗ ഓഡിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. ഗവൺമെന്റ് ഓഡിറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു കമ്പാരിസണും എന്താണ്? സിമ്പിളാണ്. ഗവൺമെന്റ് ഓഡിറ്റ് എന്താണ്? മെയിൻലി ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഡിറ്റ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെയിൻലി അവിടെ എംഫസൈസ് ചെയ്തത് എന്താണ്? എക്സ്പെൻഡിച്ചർ കറക്റ്റ് ആയിട്ടാണോ പോയിട്ടുള്ളത്? എക്സ്പെൻഡിച്ചർ കറക്റ്റ് ആളാണോ സാങ്ഷൻ ചെയ്തിട്ടുള്ളത്? റൂൾസ് പ്രകാരമാണോ? അതിൻ്റെ കറക്റ്റ് ആളിൽ തന്നെയാണോ എക്സ്പെൻസ് എത്തിയിട്ടുള്ളത്? അപ്പോൾ മെയിൻലി അവിടെ എന്താണ്? എക്സ്പെൻഡിച്ചർ ഓഡിറ്റ് ആണ് നടക്കുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഓഡിറ്റിൽ എക്സ്പെൻഡിച്ചർ മാത്രമാണോ നമ്മൾ നോക്കുന്നത്? ഇൻകം കൂടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നുണ്ടാവും. നേച്ചറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഓഡിറ്റർ എങ്ങനെയായിരിക്കും? ഗവൺമെന്റ് കമ്പനിയിൽ മോസ്റ്റ് ഓഫ് ദ കേസിൽ ആരാണ്? അവിടെ സ്റ്റാഫ് ഓഫ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ജൂനിയർ ആൻഡ് സീനിയർ ഓഡിറ്റേഴ്സ് ഓഫ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഓഡിറ്റിൽ ആരായിരിക്കും? പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും. സിമ്പിൾ 1 പോയിന്റ് അഗെയിൻ. സ്കോപ്പ് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ,
ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അതുപോലെ തന്നെ പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെൻറ് കമ്പനീസ്, ആ ഒരു രീതിയിലായിരിക്കും ഗവൺമെൻറ് ഓഡിറ്റ് നടക്കുന്നുണ്ടാവുക. എന്നാൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് കൊമേഴ്ഷ്യൽ കൺസേൺസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓൺ ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള എൻ്റർപ്രൈസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസിലൊക്കെയാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, സോ അതാണ് സ്കോപ്പ്. പേയ്മെൻറ്റ് ആഫ്റ്റർ സ്ക്രൂട്ടിനി. പേയ്മെൻറ്റ് മെയ്ഡ് ആഫ്റ്റർ സ്ക്രൂട്ടിനി ബൈ ദ ട്രഷറി ഓഫീസർ. ട്രഷറിയാണ് നടത്തുന്നത്. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ക്യാഷ്യർ വിത്തൗട്ട് സ്ക്രൂട്ടിനി. സ്ക്രൂട്ടിനി നടത്തുന്നതിന് മുമ്പ് ക്യാഷ്യർ ആണ് ആർക്ക് പേയ്മെൻറ്റ് നടത്തുന്നത്, ഓഡിറ്ററിന് പേയ്മെൻറ്റ് നടത്തുന്നത്. കണ്ടിന്യൂസ് ഓഡിറ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. എവിടെ? ഗവൺമെൻറ് ഓഡിറ്റിൽ കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദ ഇയർ എന്ത് നടക്കുന്നുണ്ട്, ആ ഒരു ഓഡിറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ ഓഡിറ്റ് എങ്ങനെയാണ്? ആഫ്റ്റർ ദ ഇയർ എൻഡിന് ശേഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് മോസ്റ്റ് ഓഫ് ദ കേസിൽ നടക്കുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റ് ആണ്. ബൈ നൗ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും നേച്ചറായിട്ടും പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ്റ്റേണലി ഉള്ള ഒരാൾ തന്നെയാണ് വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? അവരുടെ തന്നെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതെന്ത് നടത്തുന്നത്, ഓഡിറ്റ് നടത്തുന്നത്. ഒരു ഇൻറ്റേർണൽ ഓഡിറ്റർ നേച്ചറിലാണ് നടക്കുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ്. നമ്മുടെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരെന്തായിരുന്നു? ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പേരെന്തായിരുന്നു? അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, അവിടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും ഓഡിറ്റ് നടത്തുന്നതും ആരാണ്? ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാൽ ഓഡിറ്റർ, നമ്മുടെ ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആയിട്ടുള്ള ആൾ ഈ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനിൽ പാർട്ടാണോ? അല്ല. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ കേസിൽ ഹീറോയിക് ആയിട്ടുള്ള ഒരു സ്ഥാനം എപ്പോഴും ഉള്ള ഒരാളാണ് C&AG അല്ലെങ്കിൽ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, അയാൾ ആരാണ് എന്നുള്ളത് നോക്കാം. ഈസ് ആൻ അതോറിറ്റി അപ്പോയിൻറ്റഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി തന്നെയാണ് എന്ത് C&AG എന്നുള്ളത്. അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരാണ് C&AGനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഹി ഷാൽ നോട്ട് ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ് എക്സെപ്റ്റ് ഓൺ ഗ്രൗണ്ട് ഓഫ് പ്രൂവൺ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി. എന്തെങ്കിലും പ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻകപ്പാസിറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതല്ലാതെ വേറൊരു കാരണവശാലും ആൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെൻറ്റ് സൈൻഡ് ബൈ 2/3 majority ഓഫ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ് ഈസ് റിക്വയർഡ് ടു റിമൂവ് ഹിം. ആളെ റിമൂവ് ചെയ്യണമെങ്കിൽ ആരെയാണ്? C&AGനെ റിമൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് പറ്റുക എന്നുള്ളതാണ് പറഞ്ഞത്. ബോത്ത് ഹൗസസ് ഓഫ് പാർലമെൻറ്റ് signed by 2/3 majority of person presence and voting is required to remove him. So അതാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഒരു ഓവറോൾ കാര്യം. ഇനി അയാളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പവേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പൈൽ ദ അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്, അതുപോലെ തന്നെ ഓഡിറ്റ് എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഡ്യൂട്ടി ടു ഓഡിറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സ്, അതുപോലെ ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ബോഡി ആൻഡ് അതോറിറ്റി സബ്സ്റ്റാൻഷ്യലി ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഓഡിറ്റ് ദ ഗ്രാൻസ് അല്ലെങ്കിൽ ലോൺസ് റെസിപ്റ്റ് ഇൻ ടു കൺസോളിഡേറ്റഡ് ഫണ്ട്സിലുള്ള റെസിപ്റ്റ്സ് ചെക്ക് ചെയ്യുക. സ്റ്റോർസ് ആൻഡ് സ്റ്റോക്സ്, നമ്മൾ ഒബ്ജക്റ്റീവ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോർസ് ആൻഡ് സ്റ്റോക്സിൻ്റെ വാല്യൂ വെരിഫൈ ചെയ്യുക, എക്സിസ്റ്റൻസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അത് ആരാണ് ചെയ്യേണ്ടത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ചെയ്യേണ്ടത്. ഓഡിറ്റ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് ആൻഡ് കോർപ്പറേഷൻ, നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ പറഞ്ഞ സമയത്ത് ആരായിരുന്നു ഓഡിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിരുന്നു. മറ്റ് കേസിലാണെന്നെങ്കിലോ ഇതായിരുന്നു ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ആ ഒരു അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ചെയ്യുന്നത് ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. സോ ഡ്യൂട്ടി ടു ഓഡിറ്റ് അക്കൗണ്ട്സ് ഓഫ് അതർ ബോഡീസ് ആൻഡ് അതോറിറ്റീസ്, ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ബോഡീസ് അതോറിറ്റീസിനൊക്കെ ഓഡിറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്? നമ്മുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് ഉണ്ട്. ഇനി കുറച്ച് മിസ്ലീനിയസ് ഓഡിറ്റ്സ് ആണ് പറഞ്ഞത്. നമ്മളിപ്പോൾ ഗവൺമെൻറ് ഓഡിറ്റ് മെയിനായിട്ട് പഠിച്ചു, അതുപോലെ മറ്റ് ചില നേച്ചറിലുള്ള ഓർഗനൈസേഷൻസിൽ നടക്കുന്ന ഓഡിറ്റ്സ്, അവിടുത്തെ പ്രൊസീജിയേഴ്സ് മാത്രമാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമാണ് നമുക്ക് ഈ ഒരു ലെവലിൽ പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഓഡിറ്റ് ഓഫ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ആർ എസ്റ്റാബ്ലിഷ്ഡ് ടു പെർഫോം സോഷ്യൽ വർക്ക്സ് അല്ലെങ്കിൽ ടു ഹെൽപ്പ് ദ ഡിസേബിൾഡ്, ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കമ്പനീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത്. ഓക്കെ, ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദ ലീഗൽ സ്റ്റാറ്റസ്. ഓരോ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ലീഗൽ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം? ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം. സ്റ്റഡി ദ റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് എനി ലെജിസ്ലേഷൻ കൺസേണിങ്. ചില ലെജിസ്ലേഷൻസിൻ്റെ കീഴിലായിരിക്കുമല്ലോ അത് വർക്ക് ചെയ്യുന്നത്. ആ ഒരു ലെജിസ്ലേഷൻ്റെ പ്രൊവിഷൻസ്, റെലവൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവണം? എക്സാമിൻ ചെയ്തിട്ടുണ്ടാവണം. ഹി ഷുഡ് എക്സാമിൻ ട്രസ്റ്റ് ഡീഡ് ആൻഡ് അസർട്ടൈൻ ദ ഒബ്ജക്ട്സ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഡീഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒബ്ജക്ട്സ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക. ഓഡിറ്റർ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ എക്സ്പെൻസസ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ്. ആ ഒരു ലെജിസ്ലേഷനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു എന്താ പറയുക, ലോയിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് പ്രകാരമാണ് എക്സ്പെൻഡിച്ചേഴ്സ് നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ നടക്കുന്നത് എന്ന് കൺഫേം ചെയ്യുക. യു ഷുഡ് സീ ദാറ്റ് ദ ഫണ്ട്സ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഹാവ് ബീൻ ഡെൽറ്റ് വിത്ത് അക്കോർഡിംഗ് ടു ദ റൂൾസ്. സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്സ് അക്കോർഡിംഗ്ലി ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക. ഫണ്ട്സ് ഫോർ സ്പെസിഫിക് പർപ്പസ്. ഓക്കെ, ഓൾ എക്സ്പെൻസസ് ആർ ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ്. അതുപോലെ തന്നെ ട്രസ്റ്റ് ഡീഡ് ആൻഡ് അസർട്ടൈൻഡ് ഒബ്ജക്റ്റീവ്സ്, റെലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് എനി ലെജിസ്ലേഷൻ ഉണ്ടെങ്കിൽ ലീഗൽ സ്റ്റാറ്റസ്, ഇത്രയാണ് കീ പോയിന്റ്സ്. അതുപോലെ തന്നെ ഷുഡ് വാച്ച് ദ റെസിപ്റ്റ് ഓഫ് ഡൊണേഷൻസ്, സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതെന്ത് ചെയ്യുക? വൗച്ച് ചെയ്യുക. അല്ലെങ്കിൽ വൗച്ച് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് എക്സാമിൻ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകത്തിനെ എന്ത് ചെയ്യുക? നമ്മൾ വൗച്ച് ചെയ്യുക. ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് എനി ടാക്സ് പെയ്ഡ് ഓൺ റവന്യൂസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സസ് ആർ റീഇംബേഴ്സ്ഡ്. എന്തെങ്കിലും പേ ചെയ്തിട്ടുള്ള ടാക്സുകൾ റീഇംബേഴ്സ്ഡ് ആവാനുള്ള ലെജിസ്ലേഷൻ പ്രൂഫ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റീഇംബേഴ്സ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഷുഡ് വൗച്ച് ദ റെസിപ്റ്റ് ഓഫ് റെന്റ് ഫ്രം പ്രോപ്പർട്ടീസ്. എന്തെങ്കിലും റെന്റ് കാര്യങ്ങൾ, ഇൻകം ആ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അത് വൗച്ച് ചെയ്യണം. A certain organization has strictly applied procedure for receiving and acknowledging all the gift, donation, grants. അതുപോലെ തന്നെ ഈ ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നമ്മൾ പലപ്പോഴും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അതൊക്കെ സ്ട്രിക്ട്ലി അപ്ലൈഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പ്രകാരം തന്നെയാണ്, പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ പ്രകാരം തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുക. ഓഡിറ്റർ ഷുഡ് അസർട്ടൈൻ വെദർ ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് അക്കോർഡിംഗ് ടു ദ. എല്ലാ എക്സ്പെൻസും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതെന്നില്ല. ഈ ഷുഡ് വാച്ച് ഓൾ എക്സ്പെൻസസ് യൂഷ്വൽ മാനറിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്നത്. എല്ലാ എക്സ്പെൻസുകളും നോക്കണം. അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് നോക്കണം, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാലൻസ് നോക്കണം. അതുപോലെ തന്നെ ഷുഡ് ഇൻസ്പെക്ട് റെലവൻറ്റ് മിനിറ്റ് ബുക്സ്. മിനിറ്റ് ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മീറ്റിങ്ങിൻ്റെ ആയിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഓരോ മീറ്റിങ്ങിലെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? വെരിഫൈ ചെയ്തിട്ടുണ്ടാവണം, ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടാവണം. ഹി ഷുഡ് ഓൾസോ അസർട്ടൈൻ വെദർ ദ ഫൈനൽ അക്കൗണ്ട്സ് ഹാവ് ബീൻ പ്രിപ്പയർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ റെഗുലേഷൻ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 12 തൊട്ട് പറയുന്ന കാര്യങ്ങൾ യൂഷ്വൽ മാനറിൽ നമ്മളൊരു സാധാരണ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, മറ്റൊരു ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്ന ഒരു കമ്പനി ആണെങ്കിൽ പോലും അവിടെ എന്താണ് നോക്കുക? അവിടെ നോക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എന്തെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം അതിനെ റിലേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം? ഷുഡ് സീ ദാറ്റ് ഫോം ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റർ റിപ്പോർട്ട് ആർ ഡ്രോൺ അപ്പ് അക്കോർഡിംഗ് ടു ദ സ്പെഷ്യൽ ലോ. ആ സ്പെഷ്യൽ ലോ ഇതിനെ റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യണം. അപ്പം ഇത്രയുമാണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഓഡിറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. വായിക്കുമ്പോൾ എല്ലാം വായിക്കുക. നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് ആ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഓഡിറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് എന്തൊക്കെ വരും? സ്കൂൾസ് ഉണ്ടാവും, അതുപോലെ തന്നെ കോളേജസ്, ട്രെയിനിങ് സെൻറ്റേഴ്സ്, യൂണിവേഴ്സിറ്റീസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആവും. ദ മെയിൻ ആക്ടിവിറ്റി എന്തായിരിക്കും ഇവരുടെ? ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. ആസ് എ റിസൾട്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ദ ഓഡിറ്റർ യൂഷ്വലി ഫേസസ് ഇൻ കണ്ടക്ടിങ് ഓൾസോ എന്താണ്? സെയിം ആണ്. ഒരേ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടത്തുന്ന ഓഡിറ്റ് ആ ഒരു സമയത്ത് ഓഡിറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസും സെയിം ആയിരിക്കും. ഹൗ ദ ഓഡിറ്റ് പ്രൊസീജിയർ നമുക്കിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓൺ ദ ബേസ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആൻഡ് അഫിലിയേഷൻ ഫ്രം ദ ഗവൺമെൻറ്റിൽ നിന്നുള്ള അഫിലിയേഷൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ 4 എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അടുത്ത പോയിന്റ്. ഓക്കെ 5
ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് 4, ഇത് 5. ഓക്കെ, ഫസ്റ്റ് വൺ ഗവൺമെന്റ് കോളേജസ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജസ്, സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഓട്ടോണമസ് കോളേജസ് ആൻഡ് പ്രൈവറ്റ് കോളേജസ്. ഈ കോളേജസ് ഒക്കെ നമുക്ക് ചുറ്റിനുമുള്ള കോളേജുകളൊക്കെ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിനകത്ത് അധികം എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് കോളേജസ്, ആക്ടിവിറ്റീസ് ആൻഡ് മോഡ് ഓഫ് മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡിഫർ ചെയ്യും. ഓരോ നേച്ചർ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ജനറൽ ആയിട്ടുള്ള മാറ്റേഴ്സ് എന്തൊക്കെയാണ്, കോളേജുകളിൽ ജനറൽ ആയിട്ട് ഒരു ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ട മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓഡിറ്റർ ഷുഡ് എക്സാമിൻ റൂൾസ് അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട്സ്, റെഗുലേഷൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ UGC, അതുപോലെ തന്നെ ദ ഗവൺമെന്റ് ആൻഡ് യൂണിവേഴ്സിറ്റി ടു വിച്ച് കോളേജ് ഈസ് അഫിലിയേറ്റഡ്. ആ ഒരു കോളേജ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഗവൺമെന്റ് അതിൻ്റെ മേൽ വരുത്തിയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, സ്റ്റാറ്റ്യൂട്ട്സ്, ലെജിസ്ലേഷൻസ് എല്ലാം കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഷുഡ് സ്റ്റഡി ദ മിനിറ്റ് ഓഫ് ബുക്സ്. നമ്മൾ എവിടെയും പഠിച്ചു, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതാണ് മിനിറ്റ് ഓഫ് ബുക്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ബോഡി ഓർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് കോളേജ് ഫോർ സാങ്ഷൻസ് ആൻഡ് കൺഫർമേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. എന്തിനു വേണ്ടിയിട്ടുള്ള സാങ്ഷൻ, കൺഫർമേഷൻ, ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഇവർ മീറ്റിംഗ് നടത്തുമ്പോൾ അതിൻ്റെ മിനിറ്റ്സ് എന്ത് ചെയ്യണം, ഓഡിറ്റർ ആസ് എ ജനറൽ മാറ്റർ എക്സാമിൻ ചെയ്യണം. ഏത് കോളേജിൻ്റെ കേസ് ആണെങ്കിലും ഇപ്പം നമ്മൾ മേളിലൊരു 5 ടൈപ്പ് പറഞ്ഞില്ല, ഗവൺമെൻറ് ആയിക്കോട്ടെ, ഗവൺമെൻറ് എയ്ഡഡ് ആയിക്കോട്ടെ, സെൽഫ് ഫിനാൻസിങ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, ഓട്ടോണമസ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ളതാണെങ്കിലും ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നോക്കിയിട്ടുണ്ടാവണം. യു ഷുഡ് എക്സാമിൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റം, ഹൗ ഫാർ ഇറ്റ് ഇസ് സാറ്റിസ്ഫാക്ടറി. ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമ്മൾ ആദ്യം തൊട്ട് ഓഡിറ്റിൻ്റെ കേസിൽ പറയുന്ന ഒരു കാര്യമാണ്. ഈ 3 കാര്യങ്ങൾ, റൂൾസ്, സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ മിനിറ്റ് ബുക്സ് ഫോർ സാങ്ഷൻ. മിനിറ്റ് ബുക്സ് എവിടെയാണ്, ഓഫ് എക്സിക്യൂട്ടീവ് ബോഡി മീറ്റിങ്ങിലും അതുപോലെ തന്നെ മാനേജിങ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിലും ഒക്കെയുള്ള മിനിറ്റ് ബുക്സ് ചെക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ എന്താണ്, ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമ്മൾ വെരിഫൈ ചെയ്തിട്ട് എക്സാമിൻ ചെയ്തിട്ട് അത് എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആണെന്നുള്ളതും എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ഇനി ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻകം ബേസ്ഡ് ആയിട്ട് എന്തൊക്കെയാണ് ഓഡിറ്റ് നടത്തേണ്ടത് എന്നുള്ളത് നോക്കുവാണെങ്കിൽ, ഫീസ് റിസീവ്ഡ് വിത്ത് ദ രജിസ്റ്റർ ഓഫ് സ്റ്റുഡൻസ്. ഫീസ് റിസീവ്ഡ് സ്റ്റുഡൻസിൻ്റെ രജിസ്റ്റർ നോക്കി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫീസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഫീസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. വെരിഫൈ എക്സ്ട്രാ ഫീസ് ഫ്രം ലബോറട്ടറി, മറ്റ് ലബോറട്ടറി ആയിക്കോട്ടെ, സ്പോർട്സ്, എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ട് കളക്ട് ചെയ്യുന്ന എക്സ്ട്രാ ഫീസിൻ്റെ റിപ്പോർട്ടും എന്ത് ചെയ്യണം, നോക്കണം. ഓൾസോ സീ ദാറ്റ് ഇർറിക്കവറബിൾ ഫീസ്, അതുപോലെ തന്നെ ഫൈൻസ്, മറ്റ് ചാർജസ് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ളതെല്ലാം ഓതറൈസ്ഡ് ആൾക്കാരാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യണം. ഫീ ഫോർ ഫ്രീ സ്റ്റുഡൻഷിപ്പ് ആൻഡ് കൺസെഷൻ, ഹി ഷുഡ് സീ ദാറ്റ് ദേ ആർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ. ഒരു എന്താ പറയുക, ചില സ്റ്റുഡൻസിന് കൺസെഷൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതിന് അലോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൺഫേം ചെയ്യണം. റെസ്പോൺസിബിൾ ഓഫീസറാണ് ഓതറൈസ് ചെയ്തിട്ടുള്ളത് എന്ന് കൺഫേം ചെയ്യണം. അഡ്മിഷൻ ഫീസ് ചെക്ക് ചെയ്യണം. വെരിഫൈ ഗവൺമെൻറ് ഗ്രാൻഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യണം. റെസിപ്റ്റ് ഓൺ അക്കൗണ്ട് ഓഫ് കോഷൻ മണി, സെക്യൂരിറ്റീസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റി സൈഡിൽ അങ്ങനെ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇൻകം ഫ്രം ലാൻഡഡ് പ്രോപ്പർട്ടി, എൻഡോമെൻറ്റ് സെക്യൂരിറ്റീസ്, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എക്സാമിൻ ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഡൊണേഷൻസ്, ഇത് നമ്മൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യം. എനി അതർ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വൗച്ചറൊക്കെ വെച്ചിട്ട്, അതായത് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. ഇൻകത്തിൻ്റെ കേസിൽ ഇത്. സോ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ബിക്കോസ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഒരു കോളേജ് എടുത്ത് നോക്കുക, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും അവർക്ക് ഏതൊക്കെ രീതിയിലാണ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്നറിയാൻ പറ്റും. പിന്നെ അവർക്ക് ഏതൊക്കെ രീതിയിലാണ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് നോക്കിയാലായിട്ട് മനസ്സിലാവാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, ഇതിലൊന്നും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഈ പറഞ്ഞ പോലെ എക്സ്പ്ലനേഷൻ നെസസറി അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് കൺസെപ്റ്റ് ആണ്, നമ്മൾക്ക് ചുറ്റും കാണുന്ന കൺസെപ്റ്റുകളൊക്കെ തന്നെയാണ്. ഇനി ഒരു കോളേജിന് അവരുടെ ഏതൊക്കെ രീതിയിലായിരിക്കും എക്സ്പെൻഡിച്ചർ സംഭവിക്കാൻ സാധ്യതയുള്ളത്. സ്റ്റാഫിന് സാലറി കൊടുക്കണ്ടേ,
അവിടെ ടീച്ചേഴ്സ് ഉണ്ടാവും, ഫാക്കൽറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ മറ്റു ഓഫീസ് സ്റ്റാഫുകൾ കാണും, സ്വീപ്പേഴ്സ് കാണും, അങ്ങനെ ഒരുപാട് ഡ്രൈവേഴ്സ്, കോളേജ് ബസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവേഴ്സ് ഉണ്ടാവും, അതിൽ ക്ലീനേഴ്സ് ഉണ്ടാവും. അതുപോലെ മറ്റ് ക്യാൻറ്റീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജീവനക്കാർ കാണും. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇവർക്ക് സ്റ്റാഫ് ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് കൊടുക്കണ്ടേ? സാലറി കൊടുക്കണ്ടേ? സോ അത് അവരുടെ സാലറി രജിസ്റ്റർ, ക്യാഷ് ബുക്ക്, പാസ്ബുക്ക് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ സാലറി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടോ, അതോ ബുക്കിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അങ്ങനെയൊക്കെ നോക്കണം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തൊക്കെയായിരിക്കാം? സ്കൂൾ ബസ് വാങ്ങി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് ബെഞ്ച്, ഡെസ്ക്, അതുപോലെ തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ എഫിഷ്യൻസി ഓഫ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം നമ്മൾ നേരത്തെയും പറഞ്ഞതാണ്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഓഫ് പ്രൊവിഷൻ, ഫർണിച്ചർ, സ്റ്റേഷനറി. ദെൻ എന്താണ്? ആഡിക്വേറ്റ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ? ഡൊണേഷൻ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യണം. പിന്നെ നമ്മൾ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്താ പറയുക, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റിങ്ഷൻ അതിൻ്റെ മേലിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് അറ്റ് ബാങ്ക് നോക്കുക. ഔട്ട്സ്റ്റാൻഡിങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നോക്കുക. ആൻഡ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ റിപ്പീറ്റഡ് ആയിട്ട് പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടാവും. ഇപ്പം നമ്മൾ കണ്ടു ഈ ക്യാഷ് ഇൻ ഹാൻഡ്, അതുപോലെ തന്നെ ബാലൻസ് അറ്റ് ബാങ്ക്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്റേണൽ ചെക്ക് സിസ്റ്റം, ഇതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഇതുപോലെ കോമൺ ആയിട്ട് വരുന്ന ടോപ്പ് പോയിന്റ്സ് ഉണ്ടാവും. മീൻസ് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഇനിവേ നമ്മൾ ഏത് ഓർഗനൈസേഷൻ്റെ ചോദിച്ചാലും നമുക്ക് ആ പോയിന്റ്സ് എവിടെയും എഴുതാൻ പറ്റും എന്നുള്ള പോയിന്റ്സ് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും പറയില്ല ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല, നിങ്ങൾ എന്തായാലും അത് മനസ്സിലാക്കി വെക്കുക. ഇന്റേണൽ ചെക്ക് സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു? ജനറൽ മാറ്റേഴ്സ് നോക്കുമ്പോൾ നമ്മൾ ഇന്റേണൽ ചെക്ക് സിസ്റ്റം നോക്കണം. അതുപോലെ തന്നെ എവിടെ നമ്മുടെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്തും നമ്മളത് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഓക്കെ, ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ, സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ചാരിറ്റബിളിലും പറഞ്ഞു, എഡ്യൂക്കേഷനിലും പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പം നമ്മൾ എഡ്യൂക്കേഷനിലും കഴിഞ്ഞു, ചാരിറ്റബിളും കഴിഞ്ഞു. പിന്നെ മിസ്ലേനിയസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? മിസ്ലേനിയസ് ആയിട്ട് ഇനി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രൈസ് എൻഡോവ്മെൻറ്റ് ഫണ്ട്, അതുപോലെ തന്നെ ഓർഡിനറി ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, മിക്സപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഫർദർ സീ ദാറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് മണി എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ടാക്സ് ഡിഡക്ഷൻ, TDS കാര്യങ്ങളെല്ലാം നമ്മൾ ടാക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. TDS കാര്യങ്ങളെല്ലാം പ്രോപ്പർലി റീഫണ്ടഡ് ആണ്, കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് റെഗുലേഷൻസ് പ്രകാരം, റൂൾസ് പ്രകാരം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൺഫേം ചെയ്യാം. ഇനി ഒരു ഹോസ്പിറ്റൽ, നമ്മൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് ഗവൺമെൻറ്, പ്രൈവറ്റ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഹോസ്പിറ്റൽ, ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെയുള്ള ജനറൽ മാറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ, റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ടു അസർട്ടൈൻ ലീഗൽ സ്റ്റാറ്റസ്, നമ്മൾ എവിടെ പഠിച്ചു? ജനറൽ മാറ്റേഴ്സ് ഓഫ് നമ്മുടെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലീഗൽ സ്റ്റാറ്റസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിൻ്റെ ലീഗൽ സ്റ്റാറ്റസ് നോക്കണം. Constitution of Management and Provision for Governing Hospital issued. Constitution of Management Provisions for Governing the Hospital. Minutes of the meeting, ഇപ്പം നമ്മൾ പഠിച്ച 3 ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മിനിറ്റ്സ് നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ എക്സാമിൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റം, അഗെയിൻ ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഇൻ ഓപ്പറേഷൻ ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് എൻഷുർ ദാറ്റ് ദേ ആർ ആക്ച്വലി പെർഫോംഡ്. ആ ഹോസ്പിറ്റൽ എന്തൊക്കെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണോ അത് ക്രിയേറ്റ് ചെയ്തായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാക്കണം. ജനറൽ മാറ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇൻകം റിലേറ്റഡ് ആണ്. ക്യാഷ് കളക്ഷൻസ് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ബിൽ രജിസ്റ്റേഴ്സ് ഓഫ് പേഷ്യൻസിൻ്റെ ബിൽ രജിസ്റ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. ഫ്രീ ബെഡ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ ആസ് പെർ ഹോസ്പിറ്റൽ റെഗുലേഷൻസ് ആണ് എന്നുള്ളത് ഉറപ്പാക്കണം. കമ്പയർ ദ ബിൽസ് വിത്ത് അറ്റൻഡൻസ് രജിസ്റ്റർ വെച്ചിട്ട് ബില്ല് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്ത് നോക്കണം. വൗച്ച് ദ റെസിപ്റ്റ് ഓഫ് റെന്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം.
ലെഗസീസ് ആൻഡ് ഡൊണേഷൻസ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഡൊണേഷൻസ് നമ്മൾ മൂന്നിടത്തും പറഞ്ഞു. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദി ഗ്രാൻഡ് റിസീവ്ഡ് ഇഫ് എനി ഹാവ് ഡ്യൂലി അക്കൗണ്ടഡ് ഫോർ. മേളിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. ഇൻകം ഫ്രം മറ്റ് ടെസ്റ്റുകൾ, കാര്യങ്ങൾ, ലാബ്, സ്കാന്, ഇനി ഫാർമസി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഇൻകംസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. എക്സ്പെൻഡിച്ചറിലേക്ക് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഓൾ പേയ്മെന്റ് വിത്ത് റെലവൻറ്റ് വൗച്ചേഴ്സ്. എല്ലാ പേയ്മെന്റും നമ്മൾ റെലവൻറ്റ് വൗച്ചേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യണം? വൗച്ച് ചെയ്യണം. ദെൻ ഓൾസോ വൗച്ച് ദ പേയ്മെന്റ് ഓഫ് സാലറീസ് ടു സ്റ്റാഫ്. അവിടെയും നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ സ്റ്റാഫിന് സാലറീസ് ഉണ്ടാവും. അതെന്ത് ചെയ്യണം? അതും എക്സ്പെൻഡിച്ചർ ആണല്ലോ. അത് മറ്റ് യൂഷ്വൽ എക്സ്പെൻഡിച്ചറും എന്ത് ചെയ്യണം? വൗച്ച് ചെയ്യണം. എക്സ്പെൻഡിച്ചർ അണ്ടർ ഡിഫറെൻറ്റ് ഹെഡ്സ് ഡസ് നോട്ട് എക്സീഡ്. ബഡ്ജറ്റഡ് ആയിട്ടുള്ള എമൗണ്ട്സ് ഉണ്ടാവും. ആ ബഡ്ജറ്റഡ് എമൗണ്ട്സിൽ എക്സീഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൺഫേം ചെയ്യണം. അഗെയിൻ റിപ്പീറ്റഡ് പോയിന്റ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിൽ പ്രോപ്പർ ഡിസ്റ്റിങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. Purchase and sale of movable and immovable properties. You should see that appropriate depreciation has been written off against fixed asset. Appropriate depreciation കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതും നമുക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതുപോലെ തന്നെ ചാരിറ്റബിൾ അത്തരം ആവശ്യമില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്രോപ്രിയേറ്റ് ഡിപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ്സിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഓഡിറ്റർ ഷുഡ് സീ ദാറ്റ് ഓൾ ഫിക്സഡ് അസറ്റ് അക്വയർഡ് അണ്ടർ പ്രോപ്പർ അതോറിറ്റി. പ്രോപ്പർ അതോറിറ്റിയിലാണ് ഈ ഫിക്സഡ് അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ക്ലോസിംഗ് സ്റ്റോഴ്സ് കാര്യങ്ങളെല്ലാം. എക്സാമിൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എക്സാമിൻ ചെയ്യുക. ഇത് നമ്മൾ എവിടെയും കണ്ടായിരുന്നു. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലും നമ്മൾ കണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചു? ഗവൺമെൻറ് ഓഡിറ്റ്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഗവൺമെൻറ് കമ്പനീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പഠിച്ചതാണ്. പിന്നെ നമ്മൾ പ്രൊസീജിയേഴ്സ് ആയിട്ട് പറഞ്ഞത് അതൊക്കെയാണ്. ചാരിറ്റബിൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ, ഈ 3 കേസും പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ക്ലബ്സ് ആണ്. ഇവിടെ എല്ലാം എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓഡിറ്റ് ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. ക്ലബിൻ്റെ കേസിലാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബൈലോസ് ഓഫ് ക്ലബ്ബ് നോക്കുക. മിനിറ്റ്സ് റിപ്പീറ്റഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. മിനിറ്റ്സ് ചെക്ക് ചെയ്യുക. അഡ്മിഷൻ ഫീസ്, സബ്സ്ക്രിപ്ഷൻ, ഇതും ഓൾമോസ്റ്റ് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രോപ്പർ അപ്രോപ്രിയേഷൻ, ലൈഫ് മെമ്പർഷിപ്പിൽ പ്രോപ്പർ മെമ്പർഷിപ്പ് ഫീസിന് പ്രോപ്പർ അപ്രോപ്രിയേഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതുപോലെ തന്നെ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻസ് എന്ത് ചെയ്യാം? ഉണ്ടോ എന്നുള്ളത് നോക്കുക. പ്രോപ്പറായിട്ടാണോ എന്നുള്ളത് വൗച്ച് ചെയ്യുക. ഇൻകം ഫ്രം സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ്, വൈൻ, സിഗാർസ്, ബില്ലിയാർഡ്, സ്വിമ്മിങ്, അങ്ങനെയുള്ള കേസിൽ നിന്നൊക്കെയുള്ള ഇൻകംസ് നോക്കുക. സ്റ്റോക്ക് റെക്കോർഡ്സ് നോക്കുക. അതുപോലെ തന്നെ സെയിൽ പ്രൊസീഡ്സ് നോക്കുക. ക്യാൻറ്റീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ്. സോഷ്യൽ ഫങ്ഷൻസിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ്സ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡൊണേഷൻസ് നമ്മൾ 3 പഠിച്ചു. ഇപ്പം 4ാമത്തെ പോയിന്റിലും നമ്മൾ പഠിച്ചു. ഓക്കെ. എൻഷുർ ദാറ്റ് ഓൾ പർച്ചേസസ് ഓഫ് ക്ലബ് ആർ ഡ്യൂലി സാങ്ഷൻഡ്. ക്ലബ്ബ് നടത്തിയിട്ടുള്ള എല്ലാ പർച്ചേസസും എന്താണ്? സാങ്ഷൻഡ് ആയിട്ടുള്ളതാണെന്നുള്ള ഉറപ്പാക്കുക. ഹെവി എക്സ്പെൻസസ് ആർ സ്പ്രെഡ് ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇതൊരു പുതിയ ഐറ്റമാണ്. ഹെവി എക്സ്പെൻസസ് നമ്പർ ഓഫ് ഇയേഴ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്രെഡ് ഓവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. എക്സ്പെൻഡിച്ചർ റിപ്പീറ്റഡ് പോയിന്റ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഡിസ്റ്റിങ്ഷൻ. അസറ്റ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ് യൂഷ്വൽ മാനറിൽ നമ്മൾ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. സോ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ, മീനിങ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാൻ പോകുന്നത്. സോ ഈ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു എൻക്വയറി ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അന്വേഷണം എന്നൊക്കെ തന്നെ നമുക്ക് മലയാളത്തിൽ നോട്ട് ചെയ്യാം. ഈ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിങ്ങും തമ്മിൽ എങ്ങനെയാണ് ഡിഫർ ആവുന്നത് എന്നുള്ളത്, ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ മീൻസ് എന്താണ്?
എൻക്വയറി ഇൻ ടു അക്കൗണ്ട്സ് അതുപോലെ തന്നെ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് കൺസേൺ ഫോർ എ സ്പെഷ്യൽ പേർപ്പസ്, ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ മോസ്റ്റ് ഓഫ് ദി കേസിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്പെഷ്യൽ ഓഡിറ്റ്. നമ്മൾ ഓഡിറ്റിന്റെ ടൈപ്സ് ഒക്കെ പഠിച്ച സമയത്ത് പല ഓഡിറ്റ്സിന്റെ ടൈപ്സ് ഓഫ് ഓഡിറ്റ്സ് പഠിച്ചപ്പോൾ പെർഫോമൻസ് ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്, അങ്ങനെ ഒരുപാട് ഓഡിറ്റ് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം എന്താണ്, ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ്, സ്പെഷ്യൽ ഓഡിറ്റ്സ് ആണത്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഓഡിറ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഉണ്ടാവും അതിന്, അല്ലെ, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയും അല്ല ഓഡിറ്റിങ്ങും അല്ല, പക്ഷെ ഒരു എന്താ പറയാ എൻക്വയറി ആണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്നാണ് പറയുന്നത്. ഡെഫിനിഷൻ ത്രൂ നമുക്ക് ഇൻവെസ്റ്റിഗേഷനെ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിക്കാൻ നോക്കുവാണെങ്കിൽ നമുക്ക് 3 ഡെഫിനേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ സ്പൈസർ ആൻഡ് പെഗ്ലറിന്റെ ഒരു ഷോർട്ട് ഡെഫിനേഷൻ എന്താണ് പറയുന്നത് നോക്കാം. ദ ടേം ഇൻവെസ്റ്റിഗേഷൻ ഇംപ്ലൈസ് എൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ്. എന്തായിരുന്നു ഓഡിറ്റിംഗ്, എന്തായിരുന്നു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ. അപ്പം ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് എന്താണ്, എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഫോർ ദ സ്പെഷ്യൽ പർപ്പസ്. ചില സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് നടത്തുന്നു, ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ നടത്തുന്നു ഫോർ സം സ്പെഷ്യൽ പർപ്പസ്. ടൈലർ, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ചാൽ എഴുതാനും സ്കോർ ചെയ്യാനും ചാൻസ് ഉള്ള ഒരു ഇതാണ്. എന്നാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം. ടൈലർ ആൻഡ് പെറി എന്താണ് പറയുന്നത്, എൻക്വയറി ഇൻ ടു ഫാക്ട്സ് ബിഹൈൻഡ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ടു ടെക്നിക്കൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ എക്കണോമിക് പൊസിഷൻ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് പുറകിലേക്ക് പോയി അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു എൻക്വയറി, അവിടെ ഫാക്ച്വൽ ആയിട്ടുള്ള എൻക്വയറി നടക്കുന്നതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഈ ഒരു ഡെഫിനിഷൻ ഷോർട്ട് ആണ്, പക്ഷെ കുറച്ച് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഫസ്റ്റ് വൺ ജസ്റ്റ് ലൈക്ക് നമ്മുടെ മീനിങ് എന്താണ് പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ. ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടും എഴുതാൻ പ്രശ്നമില്ല, ബട്ട് ഐ പേഴ്സണലി പ്രിഫർ ദിസ് ഡെഫിനിഷൻ. അടുത്ത ഡെഫിനിഷൻ കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് തോന്നും, എന്തായാലും നമുക്ക് അതും ഡിസ്കസ് ചെയ്യാം. സോ ഡിഫൈൻ എന്ന് ചോദിച്ചല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നാൽ പ്രിഫറബിളി നിങ്ങൾ ഇത് എഴുതുന്നതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. സോ ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ്, ഇത് നമുക്കൊന്ന് ബ്രേക്കപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഇൻവെസ്റ്റിഗേഷൻ ഇൻവോൾവ്സ് എൻക്വയറി ഇൻ ടു ഫാക്ട്സ് ബിഹൈൻഡ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് പുറകിലുള്ള ഫാക്ട്സിനെ എന്ത് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു. എൻക്വയറി ഇൻറ്റു ഫാക്ട്സ്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇത് ബ്രേക്കപ്പ് ചെയ്ത് പോകാം. എൻക്വയറി ഇൻറ്റു ഫാക്ട്സ്, എന്ത് ഫാക്ട്സിനാണ്, ഫാക്ട്സ് ബിഹൈൻഡ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതിൻ്റെ ടെക്നിക്കൽ ആയിട്ടുള്ള അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എക്കണോമിക് പൊസിഷൻ ഓഫ് ഓർഗനൈസേഷനിലേക്കുള്ള ഫാക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു. സോ ഇതാണ് ടൈലർ ആൻഡ് പെറിയുടെ ഡെഫിനേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഇനി അടുത്ത ഡെഫിനേഷൻ കൂടെ നോക്കുവാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സിന്റെ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്, അണ്ടർടേക്കൻ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. മീനിങ് നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. ഇറ്റ്സ് ഒബ്ജക്ട്സ് ഈസ് യൂഷ്വലി ടു ഡിസ്കവർ. യൂഷ്വലി അത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡിസ്കവർ ആൻഡ് ഡിസ്പ്ലേ ദ ഫാക്ട്സ്. രണ്ടാമത്തെ ഡെഫിനേഷന്റെ ഒരു പോയിന്റും വന്നിട്ടുണ്ട്. ഫാക്ട്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്കവർ ചെയ്യാൻ അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യാൻ. ഇൻ സച്ച് എ മാനർ ആസ് വിൽ എനേബിൾ ദ പാർട്ടി ഫോർ whom it is undertaken to draw conclusion and make their decision accordingly. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് എന്താണ് ഒരു കൺക്ലൂഷനിലെത്താൻ അല്ലെങ്കിൽ അവർക്ക് ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഫാക്ട്സിനെ എൻക്വയറി ചെയ്യുന്നു അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്, അണ്ടർടേക്കൻ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അത് എന്തോ ഒരു കാര്യം ഫാക്ട്സിനെ എന്ത് ചെയ്യാനാണ്, ഡിസ്കവർ ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും. ആ ഫാക്ട്സ് എങ്ങനെയായിരിക്കും, അതിന്റെ പാർട്ടീസിന്, തേർഡ് പാർട്ടീസിന് ഒരു വാലിഡ് കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക, ഒരു ക്ലിയർ ഡിസിഷൻ, ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഫാക്ട്സിനെയാണ് ഇവർ ഡിസ്കവർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷനിലൂടെ ഡിസ്കവർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നാണ് എല്ലാ ഡിക്സിയുടെ ഡെഫിനിഷൻ. ഇത് രണ്ടിൽ ഏത് ഡെഫിനിഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ജസ്റ്റ് ലൈക്ക് മീനിങ് പോലെയാണ്, സിമ്പിൾ ആയതുകൊണ്ടാണ്, അത്ര സിമ്പിൾ ആക്കേണ്ട. ടൈലർ ആൻഡ് പെറിയുടെ ആണ് പ്രിഫറബിളി നമ്മുടെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ.
തേർഡ് വണ്ണും ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ടഫ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിക്കാം. മീനിങ് ചോദിച്ചാൽ ഇത് എൻക്വയറി ഇൻടു അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് കൺസേൺ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതൊരു എൻക്വയറി ആണ്. അതുപോലെ തന്നെ ഫാക്ട്സ് ബിഹൈൻഡ് അക്കൗണ്ട്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എന്നുള്ള ഈ കീ പോയിന്റ്സ് എന്ത് ചെയ്യുക, നമ്മൾ എനിവേ ഇൻവെസ്റ്റിഗേഷൻ എന്ന് ചോദിച്ചാൽ ആൻസറിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്താണ് അതൊരു എൻക്വയറി ആണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ട് നോട്ട് ചെയ്യുക. എന്തിനാണ് എൻക്വയറി ചെയ്യുന്നത്? ഫാക്ട്സ് ബിഹൈൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, BOA എന്നാണ് എഴുതുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് പിന്നിലുള്ള ഫാക്ട്സിനെ എന്ത് ചെയ്യുന്നു, എൻക്വയറി ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട്, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി. ഇത്രയും കീ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എനിവേ നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോക്കിയേ. ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. സ്പെസിഫിക് റെക്കോർഡ്സിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. എന്തിനെ? സ്പെസിഫിക് റെക്കോർഡ്സിനെ. സ്പെസിഫിക് റെക്കോർഡ്സിനെ എന്ത് ചെയ്യുന്നു, ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നു, വെരിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് ഫീച്ചർ പഠിച്ചില്ലേ, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് ഐറ്റംസ് അല്ലെങ്കിൽ റെക്കോർഡ്സ് അണ്ടർടേക്കൺ വിത്ത് സർട്ടൻ സസ്പീഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ കേസ്. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ സിറ്റുവേഷനിലും അധികം സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കാതെ എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു നേച്ചറിൽ ആയിരിക്കും ഇൻവെസ്റ്റിഗേഷൻ എന്ത് ചെയ്യുന്നത്, അണ്ടർടേക്കൺ ചെയ്യുന്നത്. പേഴ്സണൽ എക്സാമിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. പേഴ്സണൽ എക്സാമിനേഷൻ ഉണ്ടാവും. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് റെക്കോർഡ്സ്. പിന്നെ എപ്പോഴും എന്നുള്ളതായിരിക്കും, സസ്പീഷ്യൻ ആയിട്ടുള്ള ഒരു സസ്പീഷ്യസ് മൈൻഡിലായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ അണ്ടർടേക്കൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ എക്സാമിനേഷൻ എവിടെ നടക്കുന്നുണ്ടാവും, ഇൻവെസ്റ്റിഗേഷനിൽ നടക്കുന്നുണ്ടാവും. ഈ കീ പോയിന്റ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത കീ പോയിന്റ്സ് എനിവേ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നോട്ട് ചെയ്യുന്ന ഉറപ്പാക്കുക. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറോ പെന്നൊക്കെ എടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുന്ന സമയത്ത് ഈ കീ പോയിന്റ്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് നോട്ട്സ് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. സോ ഫോർത്ത് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് കൺഫൈൻഡ് ടു എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ആസ്പെക്ട് അലോട്ട് ബട്ട് ഓൾസോ പോളിസി മാറ്റേഴ്സ്. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മാത്രമല്ല നമ്മൾ എവിടെ ഇൻവെസ്റ്റിഗേഷനിൽ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്നത്, എക്സാമിൻ ചെയ്യുന്നത്. പോളിസി മാറ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നോട്ട് ഓൺലി ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ബട്ട് ഓൾസോ എന്താണ്, പോളിസി മാറ്റേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട്. എക്സാമിനേഷൻ ഓഫ് പോളിസി മാറ്റേഴ്സ് ആസ് വെൽ എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോർമലി കണ്ടക്ട് വിത്ത് സെർട്ടൻ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. നമ്മൾ ഡെഫിനേഷനിലും മീനിങ്ങിലും ഒക്കെ പറഞ്ഞ കാര്യമാണ്. സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫീച്ചേഴ്സിൽ നിങ്ങൾക്ക് എഴുതാം, എന്താണ് മീനിങ്ങിൽ എഴുതാം, ഡെഫിനേഷനിലും എല്ലാം ഇൻക്ലൂഡഡ് ആവുന്ന ഒരു പോയിന്റ് ആണ്. സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മേ ബി ലിമിറ്റഡ് അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആസ് ദ കേസ് മേ ബി. അത് ലിമിറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയിരിക്കാം, സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ സബ്മിറ്റ്സ് എന്ത്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കുന്നത്, ഓൺലി ടു ദ ക്ലൈന്റ് ഹു അപ്പോയിന്റഡ് ഹിം. ആരാണോ അയാളെ അപ്പോയിന്റ് ചെയ്തത് ആൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓഡിറ്റർ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ ഇൻവെസ്റ്റിഗേറ്റർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്, ആരാണോ അപ്പോയിന്റ് ചെയ്തത് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. എന്ത് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ എന്താണ്ടായിരിക്കും, ഫാക്ച്വൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. എന്താണ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് മാനറിലും അനലിറ്റിക്കൽ മാനറിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് വോളണ്ടറി ആൻഡ് കോൺട്രാക്ച്വൽ ഇൻ നേച്ചർ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കമ്പനീസ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ ഒബ്ലിഗേഷൻ ഒന്നും ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ള ഒരു സംഭവത്തിലില്ല. അത് വോളണ്ടറി ആണ്, കോൺട്രാക്ച്വൽ ആണ്. കമ്പനിയുടെ കേസുകളിൽ എന്താണ്, എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് കമ്പനീസിന് എന്താണ് മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ. മറ്റ് സാഹചര്യങ്ങൾ എന്തുണ്ടാവില്ല, ഒരു മാൻഡേറ്ററി അല്ലെങ്കിൽ നേച്ചർ ആയിരിക്കില്ല. ഇൻവെസ്റ്റിഗേഷൻ വോളണ്ടറി നേച്ചർ ആയിരിക്കും. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം ഓൺ ദെയർ കോൺട്രാക്ച്വൽ ബേസിസ്. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് റൂൾസ് കാര്യങ്ങളൊന്നും അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടില്ല. ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ സീക്ക് ദ ഹെൽപ്പ് ഓഫ് എക്സ്പേർട്ട്. ആൾക്ക് എക്സ്പേർട്സിന്റെ ഹെൽപ്പ് എന്ത് ചെയ്യാം, ചോദിക്കാം. എപ്പോ, ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നെസസറി ആണെന്നുണ്ടെങ്കിൽ എക്സ്പേർട്സിന്റെ ഹെൽപ്പ് റിസീവ് ചെയ്യാവുന്നതാണ്. സോ ഇത്തരമാണ് 10 പോയിന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയേ. ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് സ്പെസിഫിക് റെക്കോർഡ്സ്. അതുപോലെ തന്നെ സസ്പീഷ്യസ് മൈൻഡിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. പേഴ്സണൽ എക്സാമിനേഷൻ
നടക്കുന്നുണ്ടാവും. ദെൻ എക്സാമിനേഷൻ ഓഫ് പോളിസി മാറ്റേഴ്സ് ഓൾസോ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രമല്ല പോളിസി മാറ്റേഴ്സും അതിനകത്ത് ഉണ്ടാവും. ലിമിറ്റഡ് ആവാം, എക്സ്റ്റെൻഡഡ് ആവാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഫാക്ച്വൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അനലിറ്റിക്കൽ നേച്ചറിലും ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലും അത് നമ്മൾ ക്ലയന്റിന് എന്ത് ചെയ്യുന്നുണ്ടാവും, സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്തായിരുന്നു, വോളണ്ടറി അതുപോലെ കോൺട്രാക്ച്വൽ ഇൻ നേച്ചറാണ് അല്ലെ, മാൻഡേറ്ററി അല്ല. സ്പെസിഫിക് സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസോ റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച്. അതെന്താണ്, വോളണ്ടറി ആൻഡ് കോൺട്രാക്ച്വൽ ആണ്. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് എവിടെ, കമ്പനീസിന്റെ കേസിൽ എക്സെപ്ഷൻ ഉണ്ട്. ആൻഡ് എക്സ്പേർട്സിന്റെ ഹെൽപ്പ് എന്ത് ചെയ്യാം, സീക്ക് ചെയ്യാം. ഇത്രയും ഒരു 10 പോയിന്റ്സ് ആണ്. സിമ്പിൾ പോയിന്റ്സ് അല്ലേ, എല്ലാവരും പഠിച്ചില്ലേ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മീനിങ്ങിലും ഡെഫിനിഷനിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർട്ടൻ സ്പെസിഫിക് ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു പോയിന്റ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 6 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ സ്കോർ ചെയ്യില്ലേ? ഓക്കെ, സെറ്റ്. ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. രണ്ടും ഒരു എക്സാമിനേഷൻ ആണ്, എക്സാമിനേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞപ്പോൾ അക്കൗണ്ട്സിന് പുറകിലുള്ള ഫാക്ട്സ് ആണ് നോക്കുന്നത്. ഓഡിറ്റിംഗ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ അവിടെയും ഇതുപോലെ കുറേ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഇനി ഇത് തമ്മിൽ എങ്ങനെയാണ് ഡിഫർ ആവുന്നത് എന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. അത് വേണമെങ്കിൽ ഇതാവാം. ഇതാണെങ്കിൽ ഒരു 5 മാർക്കിന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു 6 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ 6 പോയിന്റ് അല്ലെങ്കിൽ 5 പോയിന്റ് നിങ്ങൾ ഉറപ്പായിട്ടും എഴുതില്ലേ? യെസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓഡിറ്റിങ്ങിന്റെ നേച്ചർ ഓഫ് വർക്ക് എങ്ങനെയാണ്? എക്സാമിൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. ഇൻവെസ്റ്റിഗേഷനിലോ അക്കൗണ്ട്സിന്റെ എക്സാമിനേഷൻ മാത്രമല്ല, എൻക്വയറി ഇൻറ്റു അതർ ബിസിനസ് ഫാക്ടേഴ്സ്, മറ്റ് ബിസിനസ് ഫാക്ടേഴ്സിലുമുള്ള എൻക്വയറി ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് മാത്രമല്ല പോളിസി മാറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്? എൻക്വയറി ചെയ്യുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ്, ആരുടെ ബിഹാഫിലാണ് ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സിന്റെയും പ്രൊപ്പറേറ്റേഴ്സിന്റെയും ബിഹാഫിൽ. Investigation on behalf of specific purpose for outsider for a specific purpose. ഓക്കെ, കമ്പൽസറി ആണോ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്? ലീഗലി റിക്വയർഡ് ആണ്. എസ്പെഷ്യലി ഫോർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിലെല്ലാം എന്താണ്, ഒരു ലീഗൽ റിക്വയർമെന്റ് ഉണ്ട്. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ഒരു വോളണ്ടറി നേച്ചറിലും കോൺട്രാക്ച്വൽ നേച്ചറിലും ഉള്ളതാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ എവിഡൻസ്, നമ്മുടെ ഓഡിറ്റിങ്ങിൻ്റെ കേസിൽ റിലൈസ് ഓൺ എ പ്രിമാ ഫേസിയ എവിഡൻസ്. നമ്മുടെ ഒരു ഫസ്റ്റ് എവിഡൻസിലായിരിക്കും നമ്മൾ ഓഡിറ്റിംഗ് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടാവുക. എന്നാൽ സബ്സ്റ്റാൻറ്റീവ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ആയിരിക്കും എവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ടൈം ഓഫ് ഓഡിറ്റിംഗ് നടക്കുന്നത് എവിടെയായിരിക്കും? മോസ്റ്റ്ലി നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എൻഡിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയാണ്, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി ക്യാരിഡ് ഔട്ട് എനി ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും നടത്താം. പക്ഷേ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും. ഡ്യൂറേഷൻ യൂഷ്വലി 6 months ആയിരിക്കും. എവിടെ ഓഡിറ്റിംഗിന് യൂഷ്വലി 6 months ആയിരിക്കും. ഓവർ എ പീരീഡ് ഓഫ് 3 to 7 yearsലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ പറഞ്ഞു ലിമിറ്റഡ് ആവാം, എക്സ്റ്റെൻഡഡ് ആവാം. അത് അതിൻ്റെ സിറ്റുവേഷൻ നേച്ചർ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ എക്സ്റ്റൻഷൻ നമുക്ക് 3 to 7 years വരെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഓഡിറ്റഡ് അക്കൗണ്ട്സ് നമ്മൾ റീ ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിനകത്ത് മേ ഇൻവോൾവ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് ഇൻവെസ്റ്റിഗേഷനിൽ യൂസ് ആവുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഫിറ്റ്, നമ്മുടെ ഓഡിറ്റിങ്ങിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കേസിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. നേച്ചർ ഓഫ് എക്സാമിനേഷൻ മോസ്റ്റ്ലി എപ്പോഴാണ്? ടെസ്റ്റ് ചെക്കിംഗ് ഫോമിലായിരിക്കും അത് നടക്കുന്നുണ്ടാവുക. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഒരു തെറോ എക്സാമിനേഷൻ ആയിരിക്കും. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമിനേഷൻ, ഒരു എൻക്വയറി ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്താ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്? സെൻഡിങ് ടു കമ്പനീസ് മാനേജിങ് അല്ലെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കും? ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേറ്റർ ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? ആരാണോ അയാളെ അപ്പോയിന്റ് ചെയ്തത് ആൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോയിന്റിങ് പാർട്ടിക്ക് മാത്രമേ റിപ്പോർട്ട് കൊടുക്കുള്ളൂ. നമ്മൾ ഫീച്ചർ പഠിച്ചപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കോമൺ പോയിന്റ്സ് എടുത്ത് വെച്ച് നിങ്ങൾ റിമൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നേച്ചർ ഓഫ് റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് എങ്ങനെയായിരിക്കും? പോയിന്റ്സ് മാത്രമായിരിക്കും. അവസാനം ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടാവുക. എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത്? ഫീച്ചറിൽ നമ്മൾ പറഞ്ഞില്ലേ, ഫീച്ചറിൽ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്ന് നോക്കിയാൽ അനലിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും.
ഇവിടെ എന്താണ് പറയുന്നത്? ഡീറ്റെയിൽഡ് ആൻഡ് പോസിറ്റീവ് അപ്രോച്ച് എവിടെ ഉണ്ടാവും? ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലുണ്ടാവും. ക്വാളിഫിക്കേഷൻ, ഈ ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നോട്ട് നെസസറി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് എന്നുള്ളത് നെസസറി അല്ല. സോ ഇത്രയുമായിരുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു 5 to 6 മാർക്സിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പാകത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഫീച്ചേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇത് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? റിപ്പോർട്ടിൻ്റെ കേസ്, ആ ഒരു പോയിന്റ്സ് മാത്രം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യാം. റിപ്പോർട്ടിൻ്റെ പോയിന്റ് നമുക്ക് കോമൺ ആണ്. അവിടെ നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യം നമ്മൾ ഫീച്ചേഴ്സിൽ പഠിച്ചു. നേച്ചർ ഓഫ് എക്സാമിനേഷൻ അത് ഇവിടെയാണ്. ക്വാളിഫിക്കേഷൻ നമുക്കറിയാം, ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കണം എന്നുള്ളത്. ഡ്യൂറേഷൻ, ടൈമും നമുക്കറിയാവുന്നതാണ്. ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് നടക്കുന്നതെങ്കിൽ ത്രൂ ഔട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാം. എവിഡൻസിൻ്റെ കാര്യമല്ല, അതിലും കമ്പൽസറി. മൂന്നാമത്തെ പോയിന്റും കോമൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് 1, 3, 5, 10, 12. സോ ഇത്രയും പോയിന്റ്സ്, 4, 5 പോയിന്റ്സ് തന്നെ നമുക്ക് ഫീച്ചേഴ്സിൽ നിന്ന് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ട് അല്ലേ? സോ അപ്പോൾ ഈസിയാണ് ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. ദെൻ ഒബ്ജക്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കിയേ. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടു അസസ് ദ ട്രൂ വർത്ത് ഓഫ് ബിസിനസ്സിന്റെ ട്രൂ വർത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർപ്പസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അസറ്റിന്റെ സോൾവൻസി ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, ഒരു എന്റർപ്രൈസിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എത്രത്തോളം അത് ക്യാപ്പബിൾ ഓഫ് റണ്ണിങ് സ്മൂത്ത്ലി ആണ്, അതിന്റെ ഒരു സോൾവൻസി എത്രത്തോളം ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. മറ്റൊരു ഒബ്ജക്റ്റീവ് ആണ് ടു അസറ്റ് ഏർണിംഗ് കപ്പാസിറ്റി, ഒരു ഫേമിന്റെ ഏർണിംഗ് കപ്പാസിറ്റി അസർട്ടൈൻ ചെയ്യുക. പ്രോഫിറ്റബിലിറ്റി ആൻഡ് കറക്റ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഗോയിങ് concern, nature and extent of fraud when fraud is suspected or known to have taken place. ഒരു ഫ്രോഡ് നടക്കുകയാണെങ്കിൽ തന്നെ എത്രത്തോളം എക്സ്റ്റെൻറ്റിലായിരിക്കും അത് നടക്കാൻ സാധ്യതയുള്ളത്. ഇങ്ങനെ ഒരു 5 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ 5 പർപ്പസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ് മാത്രമാണ്. നമ്മൾ ഈ ഒരു പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 5 മാർക്സ് ഉറപ്പാണ്. വാട്ട് ആർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇത്ര പോയിന്റ് മാത്രം എഴുതിയാൽ മതി. ട്രൂ വർത്ത് ഓഫ് ബിസിനസ് കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ സോൾവൻസി ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ് കണ്ടുപിടിക്കാൻ, ദെൻ ഏർണിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ, ദെൻ എന്താണ് profitability and correct value of assets and liabilities, also nature and extent of a fraud when fraud is suspected. So ഇത്രയുമാണ് objectives. Then നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. വെൻ ഒരു റണ്ണിങ് ബിസിനസ് അക്വയർ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഫ്രോഡ് സസ്പെക്ട് ചെയ്യുന്ന സമയത്തും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രീവിയസ് ഇയർ അറ്റംപ്റ്റ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ വെൻ ദ ഫ്രോഡ് സസ്പെക്റ്റഡ്, ഫ്രോഡ് സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 തരത്തിലുള്ള ഫ്രോഡാണ് സസ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. നമ്മൾ എവിടെയാണ് ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡിൻ്റെ കേസിൽ നമ്മൾ പഠിച്ച സമയത്ത് ഓഡിറ്റിങ്ങിൽ സെക്കൻഡറി ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫ്രോഡ് ഏതൊക്കെ രീതിയിൽ കണ്ടക്ട് ചെയ്യാം എന്നുള്ളത്. ആ ഒരു സെയിം പോയിന്റ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, അതുപോലെ തന്നെ ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഈ 3 രീതിയിൽ ഫ്രോഡ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഈ ഫ്രോഡ് സസ്പെക്ട് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ഇത്രയുമാണ് ഈ 2 ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമുക്കുള്ളത്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രിലിമിനറി സ്റ്റെപ്സ്, ഇൻവെസ്റ്റിഗേഷന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. മേക്ക് ഹിംസെൽഫ് ഫെമിലിയർ വിത്ത് ദ നേച്ചർ ഓഫ് സസ്പെക്റ്റഡ് ഫ്രോഡ് സസ്പെക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നേച്ചർ ഓഫ് ഫ്രോഡ് നമ്മൾ എന്ത് ചെയ്യണം? ഫെമിലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ മേക്ക് ആൻ അപ്രൈസൽ ഓഫ് ദി സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ ഇൻ ഫോഴ്സ്. നമ്മൾ എപ്പോഴും ഓഡിറ്റിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിൽ നമ്മൾ നന്നായിട്ട് എക്സാമിൻ ചെയ്ത് അത് സൗണ്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം വർക്ക് ചെയ്യണം. അതിൽ വീക്ക് പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. ഇൻവെസ്റ്റിഗേറ്ററും അതുപോലെ ബിഫോർ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ആ ഒരു ഇന്റേണൽ കൺട്രോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓപ്പറേഷനിലുള്ളത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ വീക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുകയും വേണം. Then make an assessment of nature of authority and duties exercised by defaulting
ഒഫീഷ്യൽസ്, ഡിഫോൾട്ടിങ് ഒഫീഷ്യൽസിൻ്റെ നേച്ചർ ഓഫ് അതോറിറ്റി ആൻഡ് അവരുടെ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്ത് വെക്കണം. ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ബിഫോർ ആസ് എ പ്രിലിമിനറി സ്റ്റെപ്പ് ബിഫോർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. അത് നമ്മൾ ഫീച്ചേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഇൻവെസ്റ്റിഗേറ്റർ ആർക്ക് കൊടുക്കും? അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ക്ലയൻറ്റിന് കൊടുക്കുന്നുണ്ടാവും. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്താണ്? ഓൺ കംപ്ലീഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഗീവ്സ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ഫൈൻഡിങ്സ് ഇൻ എ ഫോം ഓഫ് എ റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ ബേസിൽ അയാളുടെ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ് എന്ത് ചെയ്യും? ക്ലയൻറ്റിന് കൊടുക്കും. ഓൺലി ടു ഹിസ് ക്ലയൻറ്റ്. നമ്മൾ ഫീച്ചർ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ആരാണോ അയാൾ അപ്പോയിന്റ് ചെയ്ത ആൾക്ക് മാത്രമേ ഇത് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പ് ഉണ്ടാവും, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ബിസിനസ് യൂണിറ്റ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ മേജർ ഫൈൻഡിങ്സ്, നമ്മുടെ ഫൈൻഡിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേജർ ഫൈൻഡിങ്സ് ഈ റിപ്പോർട്ടിലുണ്ടാവും. കൺക്ലൂഷൻ, ദെൻ നെസസറി റെക്കമെൻഡേഷൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. സോ ഇത്രയുമായിരുന്നു നമ്മളുടെ സ്പെഷ്യൽ ഓഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. നമ്മളെല്ലാം ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.